ചേട്ടൻ്റെ കലാലയ ജീവിതത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഓർമ്മകൾ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ളത് കലാലയ ജീവിതമാണല്ലോ. അതെ. അപ്പോൾ എനിക്കും സമ്പന്നമായ ഓർമ്മകൾ തന്നെയാണ് ആ കാര്യത്തിലുള്ളത്. പ്രത്യേകിച്ച് ഞാനൊരു KSU പ്രവർത്തകനായി വരികയും കലാലയത്തിൽ പഠിക്കുമ്പോൾ തന്നെ സംസ്ഥാന തലത്തിൽ പ്രത്യേകിച്ച് ശ്രീ K. കരുണാകരൻ്റെ ഒരു വാത്സല്യ പാത്രമായി മാറിയതിൻ്റെ എല്ലാ ഗുണങ്ങളും അതുപോലെ മാധ്യമങ്ങൾ, ഞാൻ ബാലജന സഖ്യത്തിൽ കൂടിയാണ് യഥാർത്ഥത്തിൽ പൊതുരംഗത്തേക്ക് വരുന്നത്. പന്തളം സുധാകരന് പേരിട്ടത് പോലും മലയാള മനോരമയാണ്. മനോരമയിൽ വന്ന അവരാണ് ആദ്യമായിട്ട് അങ്ങനെ പേരിട്ടത്. ഞങ്ങൾ ഒരുപാട് നേതാക്കന്മാർക്ക് അങ്ങനെ. അപ്പോൾ ഞാൻ ആ ഒരു പശ്ചാത്തലത്തിൽ വന്ന എനിക്ക് ഉള്ളിൽ എപ്പോഴും ഒരു എഴുത്തുകാരൻ കവിയാകണം എന്നുള്ള ആഗ്രഹമാണ്. പക്ഷേ പെട്ടെന്ന് വഴിമാറി KSU പ്രവർത്തനത്തിലേക്ക് വരികയും നാട്ടിലും എൻ്റെ താലൂക്കിലും എൻ്റെ ജില്ലയും, നമ്മുടെ ജില്ല ഒന്നാണല്ലോ, അപ്പോൾ ആ ആലപ്പുഴ ജില്ലയിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന KSU പ്രവർത്തകനായി ഞാൻ മാറി. എൻ്റെ മറ്റൊരു പ്രിയ സഹപ്രവർത്തകനാണ് പ്രിയപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല, അതുപോലെ M. മുരളി. അപ്പോൾ ഞങ്ങളെല്ലാം ഒരു ടീമായിട്ട് അങ്ങനെ KSU നേതൃനിരയിലേക്ക് വരികയാണ് ഉണ്ടായത്. അതിനുശേഷം 78-ൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പിളർന്ന് പുതിയൊരു കോൺഗ്രസ് ആയപ്പോൾ ഞാനും അതുപോലെ രമേശ് ചെന്നിത്തലയും ശ്രീ G. കാർത്തികനും ഞങ്ങൾ KSUവിൻ്റെ സംസ്ഥാന നേതൃനിരയിലേക്ക് മാറി. അപ്പോൾ KSUവിൽ തുടങ്ങി, അങ്ങനെ മന്ത്രിയായി, MLA ആയി, ഇപ്പം സ്പോക്സ്മാനായിട്ട് നടക്കുന്നു. ഓക്കെ, ചേട്ടൻ്റെ എതിരെ എത്ര അഴിമതി ആരോപണങ്ങൾ വന്നിട്ടുണ്ട്? ഒരാൾക്ക് ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണങ്ങൾക്ക് വിധേയനാവുന്നത് എപ്പോഴും അധികാര രാഷ്ട്രീയത്തിൽ എത്തുമ്പോഴാണ്. അധികാര രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഭരണത്തിൽ മന്ത്രിയാകുമ്പോൾ ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണം കേൾക്കേണ്ടി വരുന്നത് ഒരു പക്ഷേ ഈ എക്സൈസ് പോലുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യുമ്പോഴാണ്. നിങ്ങളെപ്പോലുള്ള നല്ല സൗഹൃദത്തിൻ്റെ ഫലമായിട്ട് അങ്ങനെ ഒരു ആരോപണം കിട്ടാതെ മന്ത്രിസഭയിൽ നിന്നും കാലാവധി പൂർത്തിയാക്കി മടങ്ങാനുള്ള ഭാഗ്യമുണ്ട ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് ഈ എക്സൈസ് എന്ന് പറഞ്ഞാൽ അന്ന് ഈ തൊടുന്നവർക്ക് പൊള്ളലേൽക്കും, അത്രമാത്രം സെൻസിറ്റീവായിട്ടൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഒരു അഴിമതിയിലേക്കും വഴുതി വീഴാതെ എന്നെ സഹായിച്ചത് മറ്റൊരാൾ, എന്നും ഈ അഴിമതിക്ക് എതിരെ ശക്തമായ നിലപാടെടുക്കാറുള്ള ശ്രീ A. K. ആന്റണി മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയായ സന്ദർഭത്തിലാണ് എക്സൈസ് വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ കേരളത്തിൽ ആദ്യമായിട്ട് 95-ൽ ചാരായ നിരോധനം ഏർപ്പെടുത്തിയത്. ചാരായ നിരോധനം എന്നേക്കുമായി കേരളത്തിൽ അവസാനിപ്പിച്ചുകൊണ്ടുള്ള നിയമം കേരള നിയമസഭയിൽ അവതരിപ്പിക്കാനുള്ള അപൂർവമായ ഭാഗ്യം ലഭിച്ച ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. എനിക്കതിൽ വലിയ സന്തോഷമുണ്ട്. ഇന്നും ഭാര്യയുടെ പേര് അജിത S. ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥയായിരുന്നു. സ്വയം വിരമിച്ചു. അതിനുശേഷം കുറേ കാലം ഒരു കിൻഡർ ഗാർട്ടൻ നടത്തി. പിന്നെ 2 മക്കളാണ്. മൂത്ത മകൻ അരുൺ അവൻ്റെ അബുദാബിയിൽ ഒരു സ്വകാര്യ കമ്പനിയിൽ ഉദ്യോഗസ്ഥനാണ്. രണ്ടാമത്തെ മകൾ ആരതി ഒരു കുച്ചിപ്പുടി പെർഫോമറാണ്. ഇപ്പോൾ തിരുവനന്തപുരം കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ PhD റിസർച്ച് സ്കോളറാണ് ലാസ്റ്റ് വർഷം. ഹസ്ബൻഡ് അനൂപ് രവീന്ദ്രൻ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. അതാണ് സന്തുഷ്ടമായ